എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിനി മജ്ജ മാറ്റി വെക്കലൊരു ഓപ്ഷനുള്ളൂ. എല്ലാവരും അതിനു വേണ്ടി എന്നെ സഹായിക്കും. എനിക്ക് ഇനിയും പഠിക്കണമെന്നുണ്ട്, ഒരു ജോലി നേടണമെന്നുണ്ട്, എൻ്റെ അമ്മേനെ നോക്കണമെന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റുന്നു. എല്ലാവരും എൻ്റെ മോളെ സഹായിച്ച് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം. എൻ്റെ മോളുടെ കിടപ്പ് വേണ്ട, എനിക്ക് സഹിക്കാൻ പറ്റണേ. ഇതുപോലുള്ള മക്കളുടെ ഒരു വിഷമമായിട്ട് ഈ ഒരു അവസ്ഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ തട്ടി മാറ്റി പോരുത്. ഡിഗ്രിക്ക് പഠിക്കുന്ന തൃപ്പൂണിത്തറ ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളാണ് ശ്രീകുട്ടി. അച്ഛനില്ലാതെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഈ നിൽക്കുന്ന അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ മോളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഈ അമ്മയെ നോക്കണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ അല്ലേ നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അതേ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ശ്രീകുട്ടി ഇന്ന് മാരകമായ ഒരു അസുഖം ബാധിച്ചിട്ട് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ കിടക്കുക. 35 ലക്ഷം രൂപയാണ് അതിന് കണ്ടെത്തേണ്ടത്. ഈ അമ്മ വിചാരിച്ചാലും നടക്കൂല. കാരണം മക്കളുടെ ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വരെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത്. കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ്. ഏത് സമയവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുടുംബവും എന്ന ആ വലിയ ഒരു സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു മോള് ഇന്ന് ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശ്രീകുട്ടിയുടെ മജ്ജ മാറ്റിവെക്കാൻ 35 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം. ശ്രീകുട്ടിക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഞാൻ PA ഷംസുദ്ദീൻ, വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി മഹൽ ജമാഅത്തിൻ്റെ പ്രസിഡന്റാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കലാകായിക രംഗത്ത് നിറഞ്ഞു നിന്ന ശ്രീ തിലകൻ്റെ ആകസ്മിക മരണത്തോടെ അനാഥത്വം പേറിയ ശ്രീകുട്ടി എന്ന ആ വിദ്യാർത്ഥിനി ഇന്ന് രക്താർബുദ രോഗത്താൽ ചികിത്സ ലഭ്യമാകേണ്ട ഒരവസ്ഥയിലാണ്. വളരെ നിർധനരായ ഒരു കുടുംബമാണ് ശ്രീകുട്ടിയുടെ ഇത്. മാതാവ് മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ ജോലി ചെയ്താണ് നിത്യവൃത്തി പോലും പണം ഉണ്ടാക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഈ ശ്രീകുട്ടിയുടെ ചികിത്സാർത്ഥം വേണ്ട ഭാരിച്ച തുക താങ്ങുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സുമനസ്സുകളുടെ സഹായം അത്യന്താപേക്ഷിതമായി വന്നിരിക്കുകയാണ്. ഈ ശ്രീകുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത് മഹല്ലി നിവാസികളും ഒപ്പമുണ്ടാകുമെന്നും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ വടുതല കാട്ടുപുറം പള്ളി ഹത്തീബ് ഷാജഹാൻ മൗലവി. ശ്രീകുട്ടി തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ശ്രീകുട്ടിയുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ശ്രീകുട്ടിയുടെ പഠനത്തിലും ഒക്കെ ശ്രദ്ധിക്കുന്നത്. അതിനിടയിലാണ് ശ്രീകുട്ടിക്ക് മാരകമായ ഈ അസുഖം പിടിപെടുന്നത്. ചികിത്സയിലേക്ക് ഏകദേശം 35 ലക്ഷം രൂപയോളമാണ് ആവശ്യമായി വരുന്നത്. യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ഈ കുടുംബത്തിന് നമ്മളാണ് താങ്ങും തണലുമായി ഉള്ളത്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോള്, അച്ഛനില്ലാത്ത ഒരു മോള്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം ഇന്ന് ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് സ്വയം നമ്മുടെ കുടുംബമാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരെത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി വെറും ഒരാഴ്ച മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മുന്നിലുള്ളത്. മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ കീമോയും കൊടുത്തിട്ട് ഇനി ഒരു പക്ഷേ ഓരോ ദിവസങ്ങൾ എണ്ണിട്ടാണ് ആ കുഞ്ഞ് ആ ആശുപത്രിയിൽ കാത്തിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി സമയം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോന്റെ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ എമർജൻസി ആയിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ 35 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എറണാകുളത്തിനടുത്ത് അരൂക്കുറ്റി വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. ശ്രീകുട്ടി തിലകൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അവരുടെ ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടുകൊണ്ടോ നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ, അതുപോലെ തന്നെ ആ കുട്ടി പഠിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ വീഡിയോ പ്രചരിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് 35 ലക്ഷം രൂപ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ആ വീഡിയോന്റെ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ എമർജൻസി ആയിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ 35 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷാനവാസ്. ഞാൻ അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ശ്രീകുട്ടിയുടെ വാർഡ് മെമ്പറുമാണ്.
ശ്രീകുട്ടിയുടെ കുടുംബം വളരെ നിർധനമായൊരു കുടുംബമാണ്. അവർക്ക് ഈ അടുത്താണ് ലൈഫിൻ്റെ ഇതിൽ വീട് പോലും ലഭ്യമായത്. അമ്മ പീലിംഗ് തൊഴിലാളിയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ ആ കുടുംബത്തെ അച്ഛൻ്റെ മരണശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീകുട്ടിയിലാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും. 2019 മുതൽ ശ്രീകുട്ടി ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലാണ്. ഇപ്പോൾ ശ്രീകുട്ടിയുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. വളരെ ഭാരിച്ച തുക തന്നെ ശ്രീകുട്ടിക്ക് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളുടെ എല്ലാം സഹായം ശ്രീകുട്ടിക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് KP നടരാജൻ. ഞാൻ SNDP യോഗം ശാഖ 5296 വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അരുവിക്കുറ്റി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ താമസിക്കുന്ന മരിച്ചുപോയ തിലകന്റെ മകൾ ശ്രീകുട്ടിയുടെ ചികിത്സ സംബന്ധിച്ച് ധനസഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഏകദേശം 35 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഈ മജ്ജമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തികം കണ്ടെത്തുവാൻ നെട്ടോട്ടമോടുകയാണ് ഈ കുടുംബത്തിലെ അമ്മയും ഏക സഹോദരനും. ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളുടെ സഹോദരി എന്ന നിലയിൽ, നമ്മളുടെ മക്കൾ എന്ന നിലയിൽ കണ്ടുകൊണ്ട് എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സാമ്പത്തികം നൽകി പരമാവധി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിമോൾ അശോകൻ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ അരുവിക്കുറ്റി ഡിവിഷൻ മെമ്പറാണ്. എൻ്റെ ഡിവിഷനിലാണ് ശ്രീകുട്ടിയുടെ കുടുംബം താമസിക്കുന്നത്. ശ്രീകുട്ടിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ അമ്മയുടെ പക്കലായിരുന്നു. അങ്ങനെ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിന് കഷ്ടപ്പെട്ടാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കുട്ടി എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു, നല്ല മിടുക്കി കുട്ടിയായിരുന്നു. ഈ അമ്മയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കുട്ടിയിലായിരുന്നു. ഇപ്പം നമ്മളൊക്കെ മക്കളെ വളർത്തുന്നില്ലേ, നമ്മുടെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. നമ്മുടെ ആ മക്കൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാരകമായ അസുഖം വന്നു കഴിഞ്ഞാൽ ആ അമ്മ തകർന്നു പോകില്ലേ? ആ അമ്മയുടെ പ്രതീക്ഷയ്ക്ക് വേണ്ടി ഈ മകളെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഈ അമ്മൾക്ക് നല്ലൊരു മകളായി തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അമ്മയ്ക്ക് ഒരിക്കലും ആ സാമ്പത്തികം കണ്ടെത്തുവാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് നമ്മുടെ മകളാണ്, നമ്മുടെ പക്കക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെന്ന് കരുതി ആ അമ്മയ്ക്ക് ആ പൊന്നു മോളെ നമ്മൾ തിരിച്ചു നൽകണം. ജീവിതത്തിലേക്ക് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ല മനുഷ്യരും നന്നായി സഹായിക്കുകയും ആ കുട്ടിയുടെ ജീവന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും നമ്മളെ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായം കൊടുത്ത് സഹായിക്കുകയും വേണം. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം.